നമസ്കാരം ശ്രീലേ, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ പ്രശാന്ത്. ശ്രീലേ, നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലെ ഒരു നിറസാന്നിധ്യമായ യൂട്യൂബ് മീഡിയകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവാദകൻ, ഡിബേറ്റർ എന്ന് തന്നെ പറയാം, RSS സഹയാത്രികൻ കൂടിയായ ശ്രീ TG മോഹൻദാസിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ചെയ്ത കുറ്റം കലാപാഹ്വാനം നടത്തി എന്നാണ് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. ഈ TG മോഹൻദാസിനെ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് റോഡ് മാർഗം വാഹനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചു, രാത്രി കസ്റ്റഡിയിൽ സൂക്ഷിച്ചു. ഇന്നിപ്പോ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. TG മോഹൻദാസിനെ റിമാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ? പോലീസ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമോ? എന്താണ് ഈ TG മോഹൻദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത്? അതോ കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുമോ? എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? പ്രശാന്ത്, ഇതിനാധാരമായ സംഭവങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത വീഡിയോ കേരളത്തിൽ എത്ര പേർ ശരിയായി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ യഥാർത്ഥ വിഷയം. അദ്ദേഹത്തിനെതിരെ അഭിപ്രായം പറയുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. അദ്ദേഹം പറഞ്ഞതിലെ ചില വാചകങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് വലിയ രീതിയിൽ പ്രചരണം നടത്തുകയായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. നമുക്കറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ സർക്കാരിന്റെ മെയിൻ പാർട്ട്ണറായ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അവർ പറയുന്നതിനനുസരിച്ചാണ് കേരളത്തിലെ സർക്കാർ നീങ്ങുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ഇടതുപക്ഷ അനുകൂലികളുടെയും അനുഭാവികളുടെയും ഒരു വലിയ നിര ഇപ്പോഴും സജീവമാണ്. ആ നിരയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംഘപരിവാർ ആനുകൂല്യമുള്ളവർ, അല്ലെങ്കിൽ സംഘപരിവാറുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവർ, സംഘപരിവാറിന് അനുകൂലമായി വർത്തമാനം പറയുന്നവരെയൊക്കെ ക്രൂശിക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ഒരു ടീമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ളവർ എന്ത് ചെയ്താലും, ഇപ്പൊ അർജുൻ ആയങ്കിയെ സപ്പോർട്ട് ചെയ്യുന്ന അവർ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തു, എന്തുകൊണ്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അർജുൻ ആയങ്കിയും TG മോഹൻദാസും തമ്മിൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഒരു സാമ്യം ഉണ്ടാകുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനേം എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി മാത്രമേ അതിനെ കരുതാൻ കഴിയൂ. അപ്പോ ഒരാൾക്ക് ഭാവനാപൂർവ്വം ഞാൻ നാളെ പ്രധാനമന്ത്രിയായാൽ എന്തൊക്കെ ചെയ്യും എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതുപോലെയാണ് അദ്ദേഹം ആ സമരം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ എങ്ങനെയാണ് ആ സമരത്തെ അദ്ദേഹം നേരിടുക എന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം അതിൽ കലാപാഹ്വാനം നടത്തിയിട്ടില്ല. അത് മാത്രമല്ല, ഈ സമരം അവസാനിച്ച ശേഷം, എല്ലാം കഴിഞ്ഞ ശേഷം നടന്ന ഒരു പരിപാടിയാണ്, ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് കലാപാഹ്വാനം നിലനിൽക്കുക എന്ന് എനിക്കറിയില്ല. ഈ വിഷയം നടക്കുമ്പോൾ, അതായത് അവിടെ സമരം നടക്കുമ്പോൾ, ആ സമരത്തിൽ ഡൽഹി പോലീസ് കല്ലുമായി വന്നു, അവിടെ ട്രക്ക് കടന്നു, ആ കല്ലെടുത്ത് എറിയുന്നത് കണ്ടു എന്ന് പറഞ്ഞ രഞ്ജിനി ഹരിദാസിനെതിരെ ഈ നിമിഷം വരെ ഒരു കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല. അതുപോലെ നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ അമ്മ, അത് ആലോചിച്ച് ഒരാളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നെങ്കിൽ അതാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അമ്മയെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞ ജാൻമണി ദാസിനെ ഈ നിമിഷം വരെ അനങ്ങിയിട്ടില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് കുട്ടികളോട് ക്ഷമിക്കുന്നുവെന്നാണ്, 10-50 വയസ്സുള്ള കിളവന്മാരോടും കിളവികളോടും ക്ഷമിക്കുന്നുവെന്നല്ല. അതുപോലെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞൊരു സ്ത്രീ കേരളത്തിലുണ്ട്. ആ സ്ത്രീക്കെതിരെ പരാതി കൊടുത്തിട്ട് പരാതി എടുത്തോ എന്ന് പോലും വ്യക്തമല്ല. കേരളത്തിലപ്പോ സംഘപരിവാറിനെ എന്തെങ്കിലും പറഞ്ഞാൽ, സംഘപരിവാറുമായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ സംഘപരിവാർ എന്ന വാക്ക് ഉച്ചരിച്ചാൽ അവരെയൊക്കെ വേട്ടയാടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ ഇട്ടൊരു ചോദ്യം, അതും ആ സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ ഇട്ടൊരു ചോദ്യം, ആ ചോദ്യത്തിന്റെ പേരിൽ ഒരാളെ വേട്ടയാടുന്നു. സുഗതന് ജാമ്യം കൊടുക്കുന്നതിന് വേണ്ട മാർഗങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണമാകും എന്ന് നോട്ട് എഴുതിയ ഒരു ഉദ്യോഗസ്ഥയെ അവരെ സസ്പെൻഡ് ചെയ്യുന്നു. കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മതമൗലികവാദികളുടെയും അതുപോലെ തന്നെ മുസ്ലിം ഒരു വിഭാഗത്തിന്റെ പ്രീണന നയത്തിന്റെയും ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നടപടികളും. അവരെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രിയാണെങ്കിലും മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളെയും നമ്മൾ പ്രകീർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു, സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കൊള്ള അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമം, അതിനെ നമ്മൾ വളരെ ഭംഗിയായി അഭിനന്ദിച്ചിരുന്നു. നമ്മൾ അതിനോടൊപ്പം ഏത് അവസരത്തിലും നിലകൊള്ളുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ,
ആ തൂഫാൻ ഏറ്റവും നല്ല കാര്യമാണ്. ഈ ഗവൺമെന്റ് അതെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങളുടെ പേര് കളയാൻ മാത്രമേ ഇത്തരത്തിലുള്ള പ്രീണന നയങ്ങൾ ഉതകുകയുള്ളൂ എന്നാണ് പറയാൻ കഴിയുന്നത്. ആലോചിച്ച് നോക്കൂ, ഇന്നലെ ടി അല്ല ജി അത് അത് മോഹൻദാസിന് അത് മാത്രമല്ല അത് മാത്രമല്ല ഒരു കാര്യം ഞാൻ ശ്രീലയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് ഈ അർജുൻ ആയങ്കിയും ടി ജി മോഹൻദാസും തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ കഴിയുക? ടി ജി അതെ മോഹൻദാസ് ഇതുവരെ ഒരു ക്രിമിനൽ കേസിലും പ്രതിയായിട്ടില്ല. പ്രതിയല്ല. അദ്ദേഹം ഒരു നിയമലംഘനവും നടത്തിയതായിട്ട് നമ്മുടെ അറിവിലില്ല. അർജുൻ ആ ആയങ്കി കൊട്ടേഷൻ വർക്ക്, അതുപോലെ തന്നെ സ്വർണം ആൾക്കാരെ വെട്ടി പൊട്ടിക്കൽ, സ്വർണം പരിക്കേൽപ്പിക്കൽ, പൊട്ടിക്കൽ കൊല. സ്വർണം അതെ പൊട്ടിക്കൽ തുടങ്ങിയ ഗുരുതരമായ രാഷ്ട്രീയ കേസുകൾ മാത്രമല്ല ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ വരെ ചെയ്തയാളാണ്. ആ ആളിനെയാണോ ടി ജി മോഹൻദാസുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? ഈ കേരളത്തിന്റെ അതായത് പ്രബുദ്ധ കേരളത്തിന്റെ ബൗദ്ധിക നിലവാരം എവിടെ എത്തി നിൽക്കുന്നു? ഇത്രയ്ക്ക് മലീമസമാണോ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം? എനിക്കത് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും തുടർന്നോളൂ. നമുക്കറിയാം കേരളത്തിൽ കുറെ സാമൂഹ്യ സാംസ്കാരിക പരിഷ്കർത്താക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ സർക്കാർ അങ്ങ് അറസ്റ്റ് ചെയ്യുക. ഒരു ദിയാസന, രഞ്ജിനി ഹരിദാസ് അപ്പൂപ്പൻ എന്നൊക്കെയാണ് വിളിച്ചത് ടി ജി മോഹൻദാസിന്. ഞാൻ മനസ്സിലാക്കുന്ന ടി ജി മോഹൻദാസിന് 71 വയസ്സുള്ള എന്നുള്ളതാണ്. രഞ്ജിനി ഹരിദാസിന് 44 വയസ്സുള്ളൂ. അതായത് രഞ്ജിനി ഹരിദാസിന് അച്ഛനാകാനുള്ള പ്രായമുള്ള ഒരാളെ ആ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിനി ഹരിദാസ് പല രീതിയിൽ ആക്ഷേപിക്കുന്നു. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ വിഷമാണെന്ന് പറയുന്നു. അതായത് സംഘപരിവാറിന് അനുകൂലമായി സംഘപരിവാറിന്റെ അതെ രാഷ്ട്രീയം ആരെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ വിഷവും, ബാക്കി അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ എന്ന് വിളിച്ചാൽ അതൊക്കെ മതേതരത്വമാകുന്നത് ഏത് കാഴ്ചപ്പാടിലാണ്? അതെ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, അല്ല ഈ ഈ ടി ജി അത് മോഹൻദാസ്. മാത്രമല്ല ക്ഷേത്രത്തിലേക്ക് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിൽ പോകുന്നതിനേക്കാൾ കൊടിയ പാപമാണ് എന്ന പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. കേരളത്തിലെ ഒരു മതപണ്ഡിതൻ നടത്തിയ പ്രസംഗമാണ്. അതിനെതിരെ പരാതി കൊടുത്തിട്ട് പോലും ഒരു നടപടിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും ഒരു വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ഒരു മുൻ മന്ത്രി പറയുകയാണ്, ഞങ്ങൾ ഇവിടെ ഭരിക്കുന്നിടത്തോളം കാലം ഒരൊറ്റ ഹിന്ദുത്വവാദിയെ കുറിച്ചും പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകില്ല എന്നാണ്. അപ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യത്തിന്റെ സംസ്കാരവും ദേശീയതയും ഇതിന്റെ പാരമ്പര്യവും ഒന്നും വിദ്യാർത്ഥികൾ പഠിക്കേണ്ടെന്നാണോ? പകരം ഈ മുഗൾ ഭരണകാലത്തെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അതാണ് അതിന്റെ അവരുടെ യുക്തി ആവശ്യം. എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അവരുടെ ആവശ്യം. കേരളത്തിലെ ഇടതും വലതും അതിനെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് തീവ്രവാദ പ്രവർത്തനങ്ങൾ എടുത്താലും അതിന്റെ ഒരു കണ്ണി നീളുന്നത് കേരളത്തിലേക്കല്ലേ? കേരളത്തിൽ ഇത് പറയുന്നത് അതെ കൊണ്ട് ആ പറയുന്നവരെ എല്ലാം ജയിലിൽ അടയ്ക്കാനും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ഫ്ലൈറ്റിൽ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിച്ച ഒരാളെ കണ്ടില്ലേ? അയാൾ പറഞ്ഞത് പെട്ടെന്ന് മരിക്കാൻ തോന്നി, എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ തോന്നി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, അത് പാലക്കാട് വളരെ പോലീസ് വിശ്വസിച്ചു. അത് വിശ്വസിച്ചു. അയാൾക്ക് മാനസിക രോഗമാണ്, അയാൾക്ക് പെട്ടെന്നുണ്ടായ ഒരു വിഭ്രമം, മതിഭ്രമം എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണങ്ങളും ഇല്ല. അതാണ് പറയുന്നത്. അത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം ഇല്ലാത്തതുകൊണ്ടാണ്. പാലക്കാട് ഇതിനു മുമ്പും ഒരു മാധ്യമ പ്രവർത്തകൻ IS പോയി മരണപ്പെട്ടിട്ടുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും കാലം ഇല്ലാതിരുന്ന പെട്ടെന്ന് എമർജൻസി എക്സിറ്റ് തുറക്കാനും അപകടപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ അത് മാനസിക രോഗമാണ് എന്ന് വിധി എഴുതി തള്ളുന്നതിനപ്പുറത്തേക്ക് അന്വേഷണങ്ങൾ വരേണ്ടതല്ലേ കേരളത്തിൽ? ഇപ്പൊ തന്നെ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത രീതി ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായി ജാമ്യം കിട്ടാനുള്ള വകുപ്പേ ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അഭിഭാഷകനായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോയില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താണ് സാധാരണഗതിയിൽ വിളിപ്പിക്കേണ്ടത്. 3 വർഷത്തിനുള്ളിൽ ശിക്ഷ. ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം അങ്ങനെയുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞോളൂ. അതെ, 3 വർഷത്തിനുള്ളിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാൽ അതിന് സ്റ്റേഷൻ ജാമ്യത്തിന് തന്നെ അർഹതയുണ്ട്. അത് മാത്രമല്ല അവിടെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താവുന്നതാണ്. അദ്ദേഹത്തിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നു. ആരുടെ സ്ത്രീത്വത്തെയാണ് അദ്ദേഹം അപമാനിച്ചത്? അദ്ദേഹം എന്താണ് പറഞ്ഞത്? അപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുന്നു. അതായത് കുറെ ആൾക്കാരിരുന്ന് പറയുന്നത് അവരവരുടെ ഭാവനയിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുക, ഒരാൾ പറയുന്നതിനെ വളച്ചൊടിക്കുക, അതിന്റെ പേരിൽ കേസ് എടുക്കുക. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇന്നലെ തന്നെ ടി ജി മോഹൻദാസ് ഞായറാഴ്ച അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അതും അദ്ദേഹത്തെ 7 മണിക്ക് ശേഷമാണ്, 7 മണി 8 മണിക്കുള്ളിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. 71 വയസ്സുള്ള അസുഖബാധിതനായ, അടുത്ത കാലത്ത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ രാത്രി അവിടെ നിന്ന് എടുത്ത് കാറിൽ കൊണ്ടുവരുന്നു. 3:30ക്കാണ് തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ, അദ്ദേഹത്തിന്റെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുമെങ്കിൽ പോലും
പ്രായം കണക്കിലെടുത്ത് അദ്ദേഹത്തെ അത്തരത്തിൽ രാത്രിയിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരേണ്ട എന്ത് അടിയന്തര സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്? ഈ നിമിഷം വരെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. വൈകുന്നേരമാകും ഹാജരാക്കാൻ. ഇത്രയും നേരം പോലീസ് എന്തെടുക്കുകയാണ്? അപ്പൊ മനഃപൂർവ്വം കസ്റ്റഡിയിൽ എടുക്കുകയും കസ്റ്റഡിയിൽ വെക്കുകയും കസ്റ്റഡി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം ചിലപ്പോൾ അഭിഭാഷകനായതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ നീക്കം എന്നറിയില്ല. അഭിഭാഷകനായതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് സ്വയം വാദിക്കാൻ പറ്റും, അല്ലെങ്കിലും സ്വയം വാദിക്കാൻ അറിയാവുന്നവർക്ക് വാദിക്കാം. അദ്ദേഹം ചിലപ്പോൾ സ്വയം വാദിക്കുമായിരിക്കും, അദ്ദേഹം അത് കൃത്യം പറയുമായിരിക്കും. അതോ ഇനി വേറെ അഭിഭാഷകരാണോ ഹാജരാവുന്നതെന്ന് അറിയില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ടി ജി മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുപ്പിക്കേണ്ടത് ഇവിടുത്തെ ചില ആൾക്കാരുടെ ആവശ്യമായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ആങ്കർമാർ, മാധ്യമ പ്രവർത്തകർക്കടക്കം അദ്ദേഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന സത്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയാണ് ആക്രമിക്കപ്പെടുന്നത്. അങ്ങനെ സംഘപരിവാറിന് അനുകൂലമായി പറയുകയും അദ്ദേഹം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാദഗതികൾ, ആ വാദഗതികൾ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇവിടുത്തെ പൊതുസമൂഹത്തെയും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരെയും. അവർക്കൊന്നും വായിൽ ഒരക്ഷരം തിരിച്ചു പറയാനുള്ള അവസ്ഥ നൽകാതെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടികൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയത്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഞായറാഴ്ച വൈകുന്നേരം 7 മണി 8 മണി 3 മണിക്ക് കൊണ്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് നീ നിമിഷം വരെ ഹാജരാക്കിയിട്ടില്ല. ഇപ്പൊ 12 മണി 1 മണിയായി, ഇനി ഉച്ചയ്ക്ക് ശേഷം 12 മണിയായിരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കും. അവിടെ മാധ്യമ പ്രവർത്തകരൊക്കെ നിൽക്കുന്നു എന്ന് കോടതിയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു. ഇതിൽ നമുക്ക് എന്താ വ്യക്തമാകുന്നത്? അദ്ദേഹത്തെ മനഃപൂർവ്വം വേട്ടയാടാനുള്ള ശ്രമം ആണ് എന്നാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഘപരിവാർ BJP അനുകൂലികളോടാണ്. ശക്തമായ പ്രതിരോധം ഈ വിഷയത്തിൽ ഉയർത്തിയില്ലെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള വൈരാഗ്യം തീർക്കാനും ആരുടെയെങ്കിലും ഈഗോ തീർക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന്റെ ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ ഫലം ദുരവ്യാപകമായിരിക്കും. കാരണം കേരളത്തിലെ BJPക്കോ സംഘപരിവാറിനോ അനുകൂലമായി പറയുന്ന എല്ലാവരെയും ഇവർ ജയിലിൽ അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇത് കൃത്യമായ അജണ്ടയാണ്. കേരളത്തിൽ BJPയും സംഘപരിവാറും ശക്തി പ്രാപിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും അതുപോലെ അഭിപ്രായങ്ങൾ ഏകീകരിക്കപ്പെട്ടതും മറ്റ് ചാനലുകളിലൂടെയും മറ്റും കിട്ടുന്ന വിസിബിലിറ്റി, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് കേരളത്തിൽ BJPക്ക് അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രാമുഖ്യം തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ, അടിച്ചമർത്താനുള്ള ശ്രമമാണ് നിരന്തരമായി ഇങ്ങനെ കേസുകൾ ഇങ്ങനെ കേസുകളിൽ പെടുത്തിക്കൊണ്ടു പോകുന്നത്. സംഘപരിവാറിന് അനുകൂലമായി ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അവർക്ക് പ്രശ്നം. നിയമം പറഞ്ഞ സുഗതന്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, സുഗതനെയും ഇതുപോലെയായിരുന്നു. സുഗതനെയും കസ്റ്റഡിയിലെടുത്ത് ആകാശത്തേക്ക് വെടിവെച്ച് കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സുഗതന്റെ 14 വയസ്സുള്ള മകളുടെ നേർക്കാണ് തോക്ക് ചൂണ്ടിയത് ഈ സർക്കിൾ ഇൻസ്പെക്ടർ. പക്ഷെ അതിലൊന്നും കേസില്ല. കേരളത്തിലെ BJP RSS സംഘപരിവാർ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശക്തമായ നിയമ പ്രതിരോധം തീർക്കണം. ഇത് നിയമത്തിന്റെ ഈ വിഷയത്തിൽ പോലീസിന് ഒരേ സമയം നിയമ പോരാട്ടവും നടത്തണം, രാഷ്ട്രീയമായ പോരാട്ടവും നടത്തണം. അല്ലാതെ നിയമ പോരാട്ടം മാത്രം നടത്തിയാൽ പോരാ. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം BJP കാഴ്ചവെക്കണം. തീർച്ചയായിട്ടും പ്രതിഷേധ സമരങ്ങൾ ഉയരണം. ജനങ്ങളെ അണിനിരത്തി ജനകീയമായിട്ട് വേണം ഈ ഫാസിസത്തെ എതിർക്കാൻ, അടിച്ചമർത്താൻ. ഇതിനെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ ഈ കടന്നുകയറ്റത്തെ, അതായത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും വേണം ഈ കേസിനെ നേരിടാൻ. ഒരേ സമയം നിയമ പോരാട്ടം നടത്തുമ്പോൾ ജനങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ ഈ കടന്നുകയറ്റത്തെ വേരോടെ പിഴുതുകളയാൻ സംഘപരിവാർ ശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയമായും നിയമപരമായും ഈ കേസിനെ അല്ലെങ്കിൽ ഈ ശ്രമങ്ങളെ എതിർത്താൽ മാത്രമേ ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം ശ്രീല പറഞ്ഞതുപോലെ ഈ സംഘപരിവാറിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, സംഘപരിവാറിന് പറയാനുള്ളതിനെ ഒക്കെ ഈ പറഞ്ഞതുപോലെ വിഷമെന്നും വിഷലിപ്തമായ പ്രചരണമെന്നും ഒക്കെ പറഞ്ഞ് ഇവർ അടിച്ചൊതുക്കി ഇല്ലായ്മ ചെയ്തു കളയും. തീർച്ചയായും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇതിനെതിരെ നിയമ പോരാട്ടം നടത്താവുന്നതാണ്. കാരണം അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടത്. അല്ലാതെ കടന്നു കയറി ചെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമല്ല നടത്തേണ്ടത്. 3 വർഷത്തിന് ഉള്ളിൽ നടക്കുന്ന 3 വർഷത്തെ ശിക്ഷ മാത്രം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിന് BNS പ്രകാരം നോട്ടീസ് നൽകണം. ആ നോട്ടീസ് ഇതുവരെ സെർവ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയായിരുന്നു, അതും ഞായറാഴ്ച വൈകുന്നേരം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വലിയ നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് പോലീസുകാരെക്കാൾ ഉപരി രാഷ്ട്രീയ നേതൃത്വത്തിനാണ്. രമേശ് ചെന്നിത്തല ഇത്രയ്ക്ക് വലിയ പേടിത്തൊണ്ടനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
രമേശ് ചെന്നിത്തല ആരെങ്കിലും പറഞ്ഞാൽ ഉടൻ ചാടി കേസെടുക്കുക, ഞാൻ മതേതരനാണെന്ന് കാണിക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ച ചോദ്യം ഇട്ട അധ്യാപകനെതിരെയുള്ള നീക്കം. ഇന്ന് BJP പറയുന്നത് അത് ഇട്ടത് ഒരു കോൺഗ്രസ് അധ്യാപകന്റെ ഭാര്യയാണ്. അപ്പോ ആ ചോദ്യം അപ്പൊ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്, കോൺഗ്രസിന്റെ ഏതോ സംഘടനാ നേതാവ് കൂടിയാണ്, അയാളുടെ ഭാര്യയാണ് ഈ ചോദ്യം ഇട്ടത്. അപ്പൊ മനഃപൂർവ്വം ഈ ഗുരുപ്രസാദ് എന്ന് പറയുന്ന അധ്യാപകനെ ബലിയാടാക്കാനുള്ള നീക്കമാണ് നടത്തിയത്, അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാണ് പറയുന്നത്. BJP കാസർഗോഡ് നിന്ന് വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. അശ്വിനി, ഇതിൽ നമുക്ക് വ്യക്തവും കൃത്യവുമായി മനസ്സിലാകുന്ന എന്താണ്, വേട്ടയാടൽ വലിയ രീതിയിൽ തുടരുന്നതാണ്. കേന്ദ്ര സർക്കാരിനെ പറഞ്ഞ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ എതിരെയുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെയും കാണണം. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ജന്തർ മന്ദറിൽ നടന്നിട്ടുള്ള സമരത്തിൽ പോയിട്ടുള്ളത്. BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ശക്തമായ സർക്കാർ സ്പോൺസേഡ് ആണ് ജനകീയ മാർഗങ്ങളിലൂടെ, അതായത് ജനാധിപത്യ മാർഗത്തിലൂടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കുറുക്കു വഴികൾ തേടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുറുക്കു വഴികളിലൂടെ അതിനുള്ള ശ്രമം നടത്തുകയാണ്. ഇതിനെ ഗൗരവത്തോടെ തന്നെ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കാണണം എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കോടതിയുടെ നടപടി എന്താണെന്ന് നോക്കാം, കാത്തിരിക്കാം. TG മോഹൻദാസിന് ജാമ്യം ലഭിക്കുമോ, അതോ അദ്ദേഹത്തെ ഈ പറയുന്നത് പോലെ ഈ പോലീസിന്റെ വാദഗതികളോട് യോജിച്ചുകൊണ്ട് കോടതി റിമാൻഡ് ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അതിനുശേഷം വീണ്ടും ഈ വിഷയവുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.